മക്കളെ രാമനാഥൻ ചെട്ടിയാരുടെ വീടേതാ? അതാണോ? അതെ. ആരെയും കാണുന്നില്ലല്ലോ. അവിടെയുണ്ട്. ഇങ്ങനെ കുറ്റി അടിച്ച പോലെ നിൽക്കൊന്ന് അനങ്ങടാ. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് ഞാൻ പോയിട്ടാ കേട്ടോ മോനെ. നല്ല അസലൂരിപ്പടിയാ. ആരാ? ലേശം കുറുമ്പുണ്ടല്ലേ? എനിക്കോ? ഇയാള് കാളയാണോ? ഇവന് ഒരു കുറുമ്പും കാട്ടാറില്ല. പട്ടുപോലത്തെ സ്വഭാവ. അത് കാണുമ്പോ തന്നെ അറിയാം. ഒന്ന് ചവയ്ക്കാൻ എടുക്കടാ. ഇളയ മോനാ വീരമണി. വാ പറയട്ടെ, എത്രയ്ക്ക് കൊടുക്കും? പലരും വന്ന് നോക്കി പോയതാ. മോള് സമ്മതിക്കുന്നില്ല. കേട്ടു. പണിയെടുപ്പിക്കാനല്ല പിന്നെ കാള എന്തിനാ? പട്ടിയോ പൂച്ചയാണെങ്കിൽ ശരി, ഇതിന് വൈക്കോലും പിണ്ണാൻ കൊടുക്കണ്ടേ? വില എത്രാന്ന് വെച്ചാ പറ. 5500 വരെ പറഞ്ഞതാ. 6000 തയ്ച്ചുണ്ട്. എണ്ണി നോക്കിയോ? തടിമുടുക്ക് വെച്ച് നോക്കുമ്പോ കൊടുത്ത കാശ് ഒട്ടും അധികമല്ല. മടിയൻ കാളയാ. വേലിപ്പട്ടല് കുറെ ഒടിപ്പിക്കുവൻ ലടാ. നാണില്ലല്ലോ, ഞാനില്ലാത്ത നേരം നോക്കി വന്ന് വിട്. വാ മോനെ, വാടാ. ഇതിപ്പോ എന്റെ കാളയാ. ആരും കാളെ ഓടിച്ചൊന്നുമല്ല. ചൊക്കം കാശ് എണ്ണി കുത്താ. ചെന്നി ഓടിക്കുന്നതിന്റെ തന്തയോട്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, വയസ്സനാന്നൊന്നും വിചാരിക്കില്ല. കൊടുത്ത കാശ് അച്ഛൻ തിരിച്ചു തരും. വാടാ. രണ്ട് വെള്ളരിക്കപ്പെട്ടു. വാടാ. മേടിച്ചു നിക്കണ്ട, പണം അയാളെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്ക്. മടിയിൽ പൂത്ത കാശും കൊണ്ട് ഇറങ്ങിയ കാണുന്ന എന്തും വാങ്ങിക്കാന്ന ഓരോരുത്തരുടെ വിചാരം. നേരം നിലയുണ്ടോ തനിക്ക്? ഇതാണോ മര്യാദ? കാശ് താൻ എടുത്തോ, പിച്ച എന്നാണെന്ന് വിചാരിച്ചാ മതി. പക്ഷെ ഈ കാശ് എനിക്ക് ഉപകാരപ്പെടില്ല. വാടാ. ഏയ് ചെട്ടിയാരെ, ഒന്ന് നിന്നേ. ഇതാ നിങ്ങളുടെ കാള, കൊണ്ടുപോയിക്കോ. സാരമില്ല അച്ഛാ, അയാള് കൊണ്ടുപോയിക്കോട്ടെ. വാ. അച്ചു, മോനെന്നെ ഓർക്കൂ. ഒരപേക്ഷയുണ്ട്, ഇവനെ വേദനിപ്പിക്കരുത്. വാടാ. മോളെ, മോൾ അച്ഛന് മാപ്പ് തരണം. നിവൃത്തി കേട്ടോണ്ട. ആദ്യം തീർക്കേണ്ടത് പര്യന്മാപ്പിളയുടെ കടം, പിന്നെ ചാമിയാരുടെ. ചെല്ലമ്മൾക്ക് 100 രൂപ കൊടുക്കാനുണ്ട്, അത് മറക്കണ്ട. മോൾക്ക് എന്താ വാങ്ങാനുള്ളത്? വേണ്ട, അച്ഛനെ വിറ്റ പണം കൊണ്ട് എനിക്കൊന്നും വേണ്ട.